കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മലയാളികളായ കെ.ജെ. ജോർജ്, യു.ടി. ഖാദർ എന്നിവരും മന്ത്രിസഭയിലുണ്ട്. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒരു പാക്കേജ് വെച്ചിട്ടാണല്ലോ ഈ സിദ്ധരാമയ്യ മുൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന സിദ്ധരാമയ്യയുടെ മകനും മന്ത്രിസഭയിൽ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? കർണാടകയിൽ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഒപ്പം 13 മന്ത്രിമാരും ചൂണ്ടിക്കാട്ടിയതുപോലെ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ ഉൾപ്പെടെ 13 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 2 മലയാളികളും ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിലുണ്ട്. കെ.ജെ. ജോർജ്, യു.ടി. ഖാദർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മലയാളികൾ. ഒപ്പം വലിയ രീതിയിൽ തുടർച്ചയായി നടത്തിയിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് സിദ്ധരാമയ്യയെ അനുനയിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയും പകരം ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സിദ്ധരാമയ്യയെ നിലവിൽ കോൺഗ്രസിന്റെയും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം നൽകാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ, കൂടാതെ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ, പരമേശ്വര, സതീഷ് ജാർക്കിഹോളി, ഈശ്വർ ഖന്ദ്രെ, രാമലിംഗ റെഡ്ഡി, ശിവരാജ് ധങ്കടി തുടങ്ങിയ 13 മന്ത്രിമാരും ഡി.കെ. ശിവകുമാറുമാണ് ഇന്ന് വൈകിട്ട് ബംഗളൂരുവിൽ ലോക് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്.